വെൽക്കം ടു ട്രേഡ് റൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് ഒരു ക്യാൻഡിൽ വലിയൊരു ബ്രേക്ക് തന്ന് മുകളിലോട്ട് പോയി. പിന്നെ മുകളിൽ നോക്കിയാൽ കാണാം ഒരു ഓൾ ടൈം ഹൈ ആണ് ഗോൾഡിന്റെ. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലും ഓൾ ടൈം ഹൈന്റെ ഉള്ളിൽ മാർക്കറ്റ് കുറച്ച് ദിവസമായിട്ട് നിന്ന് ഒരു കൺസോൾട്ടേഷൻ നടത്തുകയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ. ഇനിയും കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിൽ ഒന്ന് ഇന്നലെ രാത്രി 12:30 ഉണ്ടായിരുന്നു. ഫെഡറൽ ഫണ്ട് റേറ്റ് ആണ്. അതിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും മാർക്കറ്റിൽ നല്ല രീതിയിലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അത് നമുക്ക് വീണ്ടും ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നോക്കാം. ഇനി ഒരു പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് അഡ്വാൻസ് GDP ക്വാർട്ടർലി വരുന്നുണ്ട്. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെന്റ് ക്ലൈംസ് വരുന്നുണ്ട്. രണ്ടും വളരെ പ്രധാനപ്പെട്ട ന്യൂസാണ്. ഇന്ത്യൻ സമയം 7 മണിക്കാണ് വരുന്നത്. അതിൽ അഡ്വാൻസ് GDPയുടെ ന്യൂസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പ്രീവിയസ് വന്നിരുന്നത് 3.1% ആണ്. ഫോർകാസ്റ്റ് വരുന്നത് 2.7% ആണ്. അതായത് പ്രീവിയസിനേക്കാളും ചെറിയ ഒരു ഫിഗറാണ് ഫോർകാസ്റ്റിൽ വന്നിരിക്കുന്നത്. അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതിനർത്ഥം ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നാൽ കറൻസിക്ക് നല്ലൊരു രീതിയിൽ എഫക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കറൻസി പോസിറ്റീവ് ആവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് 3.1% ആണ്, ഫോർകാസ്റ്റ് അതിന് താഴെയാണ്. അപ്പോൾ എന്തായാലും ഫോർകാസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിലൊരു ഫിഗർ ഉണ്ടെങ്കിൽ മാത്രമേ കറൻസിക്ക് ഫേവറബിൾ ആവുള്ളൂ, അല്ലെങ്കിൽ കറൻസിക്ക് ഫേവറബിൾ ആവില്ല. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ്. അത് പ്രീവിയസ് 223K ആയിരുന്നു. പ്രീവിയസ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 224 ആണ്. അതായത് പ്രീവിയസിനേക്കാളും വലിയൊരു ഫിഗർ ആണ് വന്നിരിക്കുന്നത്. അതിലും ആക്ച്വൽ ലെസ് ദാൻ, അതായത് കുറവാണ് വേണ്ടത്. ആക്ച്വൽ ലെസ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി. ആക്ച്വലി പ്രീവിയസിനേക്കാൾ കൂടുതലൊരു ഫിഗർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫോർകാസ്റ്റ് പ്രകാരം കറൻസിക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ള ന്യൂസ് അല്ല. പക്ഷെ ന്യൂസ് വന്നതിന് ശേഷം മാത്രമേ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയൂ. എനിവേ, ന്യൂസ് വരുന്ന സമയം ശ്രദ്ധിക്കേണ്ടതാണ്. 7 മണി എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല രണ്ട് ന്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് സാധ്യതയുള്ള ന്യൂസാണ്. അത് മാത്രമല്ല രണ്ട് സൈഡിലേക്കും ഒരുപക്ഷെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് വലിയ ലോസ് വരുത്താനും സാധ്യത ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കാര്യം കൂടി മാർക്ക് ചെയ്യാനുണ്ട്. ഒന്ന്, ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇന്നലത്തെ ക്യാൻഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തു. പക്ഷേ സപ്പോർട്ട് എടുത്താൽ പോലും ഒരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് മാറിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷൻ ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്നിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് മുകളിലോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പൊ ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈ ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ഇന്നത്തെ മൊമെന്റ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് വരുന്ന സമയത്ത് ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു സപ്ലൈ നടന്ന ഏരിയയിലാണ്. അവിടേക്ക് 1-2 തവണ വന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈ എന്ന് പറയുന്ന ഏഷ്യൻ സെക്ഷന്റെ ഹൈയും ഈ ഒരു ഹൈ എന്ന് പറയുന്നത് ലണ്ടൻ സെക്ഷന്റെ ഹൈയും ആണ്. അപ്പൊ അവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലെ. അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങിയാൽ മനസ്സിലാവും ഇവിടെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഉണ്ട്. അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് കയറിപ്പോയത്. ഇന്നലെ ന്യൂയോർക്ക് സെക്ഷന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ടെന്നും ഈ ഏരിയ വരെ മാർക്കറ്റ് എത്താനുള്ള സാധ്യത ഉണ്ടെന്നും കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ 1 അവറിൽ ഇതാണ് ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ കൺസോൾട്ടേഷൻ ഒക്കെ നടന്ന് താഴോട്ടേക്ക് ബ്രേക്ക് തന്നതാണ്. 1-2 തവണ നല്ല സ്ട്രോങ് ആയിട്ട് സപ്ലൈ തന്നതുമാണ്. അപ്പൊ ആ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും. അതാണ് ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ 1 അവറിൽ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റേണ്ടത്. നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഇവിടുന്ന് എടുത്തതിന് ശേഷം
മുകളിലോട്ട് പോയി കുറച്ചു നേരം ഇവിടെ നിന്ന് കളിച്ചതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വീണ്ടും പോയി അതിനൊരു കണ്ടിന്യൂവേഷൻ നടക്കുന്നുണ്ട്. ഒരു പക്ഷെ വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്ന് തന്നെയാണ്. ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയിലായതുകൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് താഴോട്ടേക്ക് വരാം. അതെങ്ങനെ വരാം എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. ഇവിടെ നിന്നൊരു ട്രെൻഡ് ലൈനും കൂടി ഉണ്ട് 50 മിനിറ്റ്സിന്റെ. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് സംഭവിച്ചത് കൊണ്ട് ഒരുപക്ഷെ കുറച്ച് താഴോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ ഈ ഒരു നെക്കിനെ ബ്രേക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് വരാം. നല്ലൊരു ക്യാൻഡിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത ഉണ്ട്, ഒരു സെൽ എൻട്രി സാധ്യത ഉണ്ട്. ആ ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനിലേക്ക് ആയിരിക്കാം. ഒരു ചെറിയ ഒരു എൻട്രി ആണ് കിട്ടുക, വലിയൊരു എൻട്രി അല്ലെങ്കിൽ പോലും ഒരു ചെറിയ എൻട്രി ആണ് കിട്ടുക. അപ്പോൾ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ ഇനി വന്നിട്ട് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് വലിയൊരു ക്യാൻഡിൽ, ഇതുപോലൊരു വലിയൊരു ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും കുറച്ചും കൂടി എത്താം. അപ്പൊ ഈ ഒരു ലോയുടെ താഴെ വരുന്ന പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയിൽ നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു സാധ്യത കൂടിയും കാണുന്നുണ്ട്. അതും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു സെൽ എൻട്രി കാണുന്നത്. സെൽ എൻട്രി പറയാനുള്ള കാരണം നോക്കിയാൽ കാണാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഒരു നല്ല രീതിയിലൊന്ന് മാർക്കറ്റ് ഇറങ്ങി വരികയാണെങ്കിൽ ഇവിടം വരെ എത്താനുള്ള ഒരു പുൾ ബാക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സെൽ എൻട്രി പറയുന്നത്. ഇനി ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇവിടേക്ക് എത്തുകയാണ്. ഈ ഒരു ട്രെൻഡ് ലൈനിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ എത്തുന്ന സമയത്ത് ഒരു ബൈ എൻട്രി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് ഇവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബൈ എൻട്രി എക്സ്പെക്ട് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ബിൽഡ് ചെയ്തിട്ട് ആയിരിക്കും ഈ ഒരു ഏരിയനെ ബ്രേക്ക് നടക്കുന്നത്. അപ്പോൾ ബ്രേക്ക് നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഇന്ത്യൻ സെക്ഷന്റെയും ഇതിന് ഏഷ്യൻ സെക്ഷന്റെയും ഹൈ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഹൈയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്യാവശ്യം മോശമില്ലാത്ത ഒരു റിയാക്ഷൻ ഈ ഏരിയയിൽ നിന്ന് ഒരിക്കൽ കൂടി കിട്ടിയേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. പക്ഷെ അതൊരു വലിയൊരു സെല്ലിംഗ് പ്രഷർ ആവാൻ സാധ്യതയില്ല. അതൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു പ്രധാനപ്പെട്ട ഏരിയ, ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു പാറ്റേണിലേക്കോ എത്തും. അങ്ങനെ ആ ഒരു പാറ്റേണിൽ നിന്ന് വീണ്ടും നമുക്ക് ബിൽഡ് ചെയ്ത് മുകളിലോട്ട് കയറി പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഓൾ ടൈം ഹൈയിനെ ബ്രേക്ക് ചെയ്തേക്കാം. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. അതിനു മുന്നേ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയ 50 മിനിറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ നോക്കിയാൽ കാണാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഒരുപക്ഷെ മാർക്കറ്റ് ഒന്ന് ചെറിയൊരു റിയാക്ഷൻ തരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബൈ ആൻഡ് സെൽ എൻട്രി പറയുന്നത്. അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞ സിനാരിയോകളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം അങ്ങനെ തന്നെയാണോ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.